الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النساء 115 ആയത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ചേരിതിരിയുകയാണെങ്കിൽ, ചേരി പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, മിൻ ബഅദി ശേഷം മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വ്യക്തമായതിനു ശേഷവും, സന്മാർഗം തനിക്ക് വ്യക്തമായതിനു ശേഷവും ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചേരി പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, മുൻ ആയത്തുകൾ വിശദീകരിച്ചതുപോലെ മുനാഫിക്കുകൾ അത്തരത്തിൽ ചേരി പിരിഞ്ഞു നിന്നവരായിരുന്നു. അതുപോലെയുള്ള ആൾക്കാരിലേക്കാണ് സൂചന. ഇനി നോക്ക്, ഏത് കാലഘട്ടത്തിലായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആ ദീനിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുന്നവരെ കുറിച്ചൊക്കെയും ഈ ആയത്തവർക്കൊക്കെയും ബാധകമാണെന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, വയത്തബി അവൻ പിൻപറ്റുന്നു, ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്നു എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, എന്താണ് മുഅ്മിനീങ്ങളുടെ മാർഗം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗം, അതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ആ മാർഗത്തിൽ ആ മാർഗം പിൻപറ്റാതെ അതല്ലാത്ത മാർഗം പിൻപറ്റുന്നവൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നുവല്ലിഹി, അവനെ നാം തിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മാതവല്ല, അവൻ തിരിഞ്ഞതിലേക്ക്, എന്തിലേക്കാണോ അവൻ തിരിഞ്ഞതിലേക്ക് നാം തിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വഴിപിഴവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവനെ അവനെ വഴികേടിൽ തന്നെ അല്ലാഹു ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വനുസ്ലിഹി ജഹന്നം, ജഹന്നം എന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവനെ കരിച്ചു കളയുന്നതാണ്. വസാഅത്തു മസീറ, അതെത്ര ചീത്തയായ മടക്കസ്ഥാനം, പര്യവസാന സ്ഥാനം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു നൽകുന്ന സന്ദേശം? നോക്കൂ നിങ്ങൾ, അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ കൂടിയും അതുപോലെ അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ കൂടിയും നമുക്ക് പഠിപ്പിക്കപ്പെട്ട ആ ആശയത്തിൽ നിന്നും ഒരിക്കലും നാം ചേരി പിരിഞ്ഞ് വേറൊരു കക്ഷിത്വമുണ്ടാക്കാൻ പാടില്ല, വേറൊരു ആശയം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ പിരിഞ്ഞു പോകുന്നവർക്ക് വ്യക്തമായും ശക്തമായ തക്കീതാണ് നൽകുന്നത്. അവരെ അല്ലാഹു ആ തിരിഞ്ഞയിടത്തേക്ക് തന്നെ ഉപേക്ഷിച്ചു കളയും. അതുകൊണ്ട് നാം മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ ആ സത്യപാതയിൽ തന്നെ അടിയുറച്ചു നിൽക്കണമെന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.